നയനയുടെയും ആദർശിൻ്റെയും പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഡേവിഡ് ആണെങ്കിലും നവ്യടുത്തും അതുപോലെ തന്നെ നമ്മൾ അവിയടുത്തും പറയുന്നുണ്ട് കേട്ടോ. മൂർത്തിസ് ചിലപ്പം നമ്മളത്ര എതിരാളികളല്ല, അവരാണെങ്കിൽ ഇപ്പോൾ അത്രയ്ക്കും താഴെത്തട്ടിലേക്ക് അവർ പോയി കഴിഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളാണെങ്കിൽ വളർന്ന് പന്തളിച്ച് നിൽക്കുകയാണെന്നൊക്കെ ഒരു അഹങ്കാരത്തോടെയൊക്കെ ആണെങ്കിൽ നമ്മളെ ഡേവിഡ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവന്തികയാണെങ്കിൽ നാഗേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛാ എന്നെ അവരെപ്പോൾ പൊക്കുമെന്ന് അറിയത്തില്ല, ഞാനാണെങ്കിൽ ഓരോ കള്ളക്കളിയൊക്കെ കാണിച്ച് അവിടെ നിൽക്കുന്നത്, ഇനി അവർ എപ്പോൾ എന്നെ പൊക്കുമെന്നുള്ള ഒരു ടെൻഷനിലും കാര്യങ്ങളിലും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ കുറച്ച് ടെൻഷനോടെയൊക്കെ നമ്മൾ അവന്തികയാണെങ്കിൽ നാഗേന്ദ്രൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ ദേവേനാണെങ്കിൽ മുത്തശ്ശൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇപ്പം ജ്വല്ലറി ആണെങ്കിൽ ഇങ്ങനെ ഇത്രയും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് അനിയെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ആദർശൻ്റെ സഹായം ചോദിച്ചുകൊടുക്കുന്നൊക്കെ നമ്മൾ ദേവേനെ ചോദിക്കുമ്പോഴത്തേക്കാണെങ്കിൽ മുത്തശ്ശി എടുത്തടിച്ച് പറയുന്നുണ്ട്, വേണ്ട എനിക്ക് അവൻ്റെ സഹായം വേണ്ട എന്നൊക്കെ നമ്മൾ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മളെ ദേവയാനിയാണെങ്കിൽ നയനടുത്ത് ചോദിക്കുന്നുണ്ട്, മോളെ എന്തായി ആദർശൻ്റെ അന്വേഷണം കാര്യങ്ങളൊക്കെ എന്തായെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ നയന ദേവേനടുത്ത് പറയുന്നുണ്ട്, അമ്മേ നമ്മളെ കുടുംബത്തെയും അതുപോലെ നമ്മളെ ജ്വല്ലറി ആണെങ്കിൽ ഒന്നടക്കം നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഏതോ ഒരു ശത്രു ആണെങ്കിൽ ഒളിഞ്ഞിരിപ്പുണ്ട്, എന്തായാലും അവരെ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ നമ്മൾ നയനയാണെങ്കിൽ ദേവേനടുത്ത് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന നാഗേന്ദ്രനാണെങ്കിൽ സന്തോഷം കൊണ്ടാണെങ്കിൽ സഹിക്കാൻ വയ്യാതെ അട്ടഹസിച്ച് ചിരിക്കുന്നതൊക്കെ കാണിച്ചിട്ടാണ് നമ്മളെ പ്രൊമോ റിവ്യൂ അവസാനിച്ചത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.